to one on stage. Hello. രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളുടെയും പ്രതിഭകളുടെയും കഴിവിലും കരുത്തിലും ആശ്രയിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ അളക്കുന്നത് വിദ്യാഭ്യാസം, ശാസ്ത്രം, കല, സാംസ്കാരികം തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള വളർച്ചയെ മാനദണ്ഡമാക്കിയാണ്. ഇത്തരം മേഖലകളിലെ പ്രതിഭകളുടെ സംഭാവനകളാണ് ആ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. നാടിന്റെ ഭാവി എത്ര ഉയരത്തിൽ എത്തുമെന്നത് അവിടുത്തെ ജനങ്ങളുടെ കഴിവുകളിൽ, പ്രത്യേകിച്ച് യുവജനതയുടെ കഴിവുകളിലും ശേഷികളിലും ആശ്രയിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയും സ്വന്തം കഴിവുകളെ പരിപോഷിപ്പിക്കുമ്പോഴും മറ്റുള്ളവരിലെ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കുമ്പോഴുമാണ് നാടിന് യഥാർത്ഥ വളർച്ച സാധ്യമാകുന്നത്. നാം ഇന്ന് കാണുന്ന വലിയ സാങ്കേതിക പരിഷ്കാരങ്ങളും ശാസ്ത്രീയ നേട്ടങ്ങളും സാമൂഹ്യ മാറ്റങ്ങളുമെല്ലാം ആരുടെയൊക്കെയോ പ്രതിഭയുടെ പ്രതിഫലനമാണ്, അല്ലേ? നമുക്കറിയാം, മലാല യൂസഫ്സായിയെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടം 17-ാം വയസ്സിൽ നോബൽ സമ്മാനത്തിലേക്ക് എത്തിക്കാൻ മാത്രം വിപ്ലവാത്മകമായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം തൊടുത്തുവിട്ട പോരാട്ടം ആഫ്രിക്കൻ ചരിത്രം മാറ്റിയെഴുതുന്ന ഒന്നായിരുന്നു. 2021 ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ പതക്കം നേടിക്കൊണ്ട് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ കായിക പ്രതിഭയാണ് ഗ്രീറ്റ തുംബർഗ്. 16-ാം വയസ്സ് മുതൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ സ്വീഡിഷ് പെൺകുട്ടിയാണ്. 20 വയസ്സുള്ള ഗൗരകുമാർ കർഷകരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആഗ്രോടെക് എന്ന സാങ്കേതിക വിദ്യയുടെ സ്ഥാപകനാണ്. അഭിമന്യു മിശ്ര, ലയണൽ മെസ്സി, മാർക്ക് സുക്കർബർഗ്, ഹന്ന സന്ധു, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ പ്രശസ്തരും അല്ലാത്തവരുമായ എത്രയോ യുവപ്രതിഭകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലുമുണ്ട്. നാം മനസ്സിലാക്കുക, ഓരോ കാലഘട്ടത്തിന്റെയും ചരിത്രം യുവതലമുറയുടെ കരങ്ങളിലും കരുത്തിലുമാണ്. ചെറുപ്പക്കാരുടെ ചിന്തയിലും സങ്കല്പ ശക്തിയിലുമാണ് നാളെ ലോകം സഞ്ചരിക്കുന്നത്. അവരുടെ ദിശാബോധം, നൂതനത്വം, സ്വപ്നങ്ങൾ തുടങ്ങിയവയിലാണ് നാളെയുടെ നാടിന്റെ ഭാവി കിടക്കുന്നത്. നാളെയുടെ നാടിന്റെ വെളിച്ചവും അവരിലാണ് എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നന്ദി.